ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഈസി കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് മുട്ട ചമ്മന്തിയാണ്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നോമ്പ് തുറക്കാനും അല്ലാത്തപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഒരു 3-4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മുട്ട ചമ്മന്തി. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കി നോക്കണ്ടേ? അതുണ്ടാക്കി നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തണം, ശേഷം ഓളൊന്ന് കൊടുക്കുക. അപ്പോൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള എളുപ്പത്തിലുള്ള മുട്ട ചമ്മന്തി വളരെ ടേസ്റ്റ് ആണ്. ആ മുട്ട ചമ്മന്തി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? നമ്മുടെ മുട്ട ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള അല്പം ഒരു പിടി തേങ്ങയാണ്. ഒരു പിടി തേങ്ങ എടുക്കാനുള്ള കാരണം ആകെ നമ്മൾ 3 മുട്ട എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് അത്രയും തേങ്ങ മതി. പിന്നെ പുതിന, അല്പം പുതിന, പിന്നെ 2 ചെറിയ കഷ്ണം സവോള, പിന്നെ ഒരു പച്ചമുളക് 2 കഷ്ണമാക്കിയത്, ആവശ്യത്തിന് ഉപ്പ്. അതുപോലെ തന്നെ പിന്നെ 3 മുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മുട്ട പുഴുങ്ങിയിട്ട് അത് നടു മുറിച്ചിട്ട് കഷ്ണമാക്കിയിട്ട് അതിൽ നിന്ന് ഉണ്ണി അതിൻ്റെ മഞ്ഞ പാട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട്, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള കടലമാവും അതുപോലെ തന്നെ മൈദയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ മുട്ട ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും പുതിനയും സവോളയും പച്ചമുളകും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ചമ്മന്തി ആക്കണം. മീൻസ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമല്ലോ നോർമലി, അതുപോലെ തന്നെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമ്മൾ സ്ക്രീൻ കാണുന്ന പോലെ അടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മഞ്ഞ പാട്ടുണ്ടല്ലോ മുട്ടയുടെ, അത് ഇതിലോട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. നമ്മൾ ഈ ചമ്മന്തിയും ഈ മുട്ടയുടെയും മഞ്ഞപ്പാട്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അത് നമ്മുടെ ഈ മുട്ടയിലോട്ട് റീസ്റ്റഫ് ചെയ്യണം. നമ്മുടെ ഈ യെല്ലോ പാട്ട് എടുത്ത് കളഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ആ പാട്ടിലോട്ട് റീസ്റ്റഫ് ചെയ്യണം. വീണ്ടും അതിലോട്ട് ആഡ് ചെയ്യണം. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ വീണ്ടും റീസ്റ്റഫ് ചെയ്യണം. അങ്ങനെ സ്റ്റഫ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടലമാവും മൈദയും, മൈദ ഇല്ലാത്തൊരു കടലമാവ് മാത്രം മതി, മൈദയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു മാവാവും. അത് നമ്മൾ നോർമൽ മുട്ട ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അതിലോട്ട് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പ് ഇട്ടിട്ട് അത് നോർമൽ പേസ്റ്റ് ആക്കുക. നമ്മൾ പൊടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള നോർമൽ പേസ്റ്റ് ആക്കിയിട്ട് അതിലോട്ട് നമ്മൾ ഈ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ട അതിലോട്ട് നന്നായിട്ട് മുക്കുക. എല്ലാ പാർട്ടും നന്നായിട്ട് മുക്കണം. കാരണം ഇതിൽ നമ്മുടെ ഈ മഞ്ഞ പാർട്ടുണ്ട്, നമ്മൾ ഉണ്ണി എന്നാണ് പറയുക, ആ യെല്ലോ പാർട്ടുണ്ട്. അപ്പോൾ യെല്ലോ പാർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് ശരിക്ക് ഈ നമ്മുടെ ഈ മൈദയിൽ മുങ്ങിയില്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക എണ്ണയിലിട്ട് കഴിഞ്ഞു. അപ്പോൾ എത്ര എണ്ണമാണ് നമ്മൾ എടുത്തിട്ട് അത്രയും നമ്മൾ നന്നായിട്ട് മൈദയിൽ മുക്കിയെടുക്കണം. അതിനുശേഷം ഒരു പാന് വെച്ചിട്ട് ആ പാന് നന്നായി ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ട് ഈ മൈദയുടെ ഒരു തുള്ളി ഇട്ട് വയ്ക്കും. അപ്പോൾ നമ്മൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലോട്ട് ഇടാം. അപ്പോൾ അതിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ മുട്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കാരണം ഇതിൽ സ്റ്റഫ് ചെയ്യേണ്ട ഐറ്റമൊക്കെ ഉണ്ടാക്കാൻ വെറും 10 മിനിറ്റ് പോലും വേണം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാം. വീട്ടിൽ നോമ്പ് തുറക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അമർത്തുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക, ശേഷം ഓളൊന്ന് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.